അങ്ങനെ രാവണൻ മരീച്ച എന്ന് പറഞ്ഞൊരു രാക്ഷസനെയും കൂട്ടി റിവെഞ്ച് എടുക്കാൻ തീരുമാനിച്ചു. മരീച്ച ഒരു ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഡീറിന്റെ രൂപം എടുത്തിട്ട് സീതയുടെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. സീത പറഞ്ഞു, ഹായ്, നല്ല ഭംഗിയുള്ള ഡീര്, എനിക്ക് ആ ഡീര് വേണമെന്ന് രാമനോട് പറഞ്ഞു. സീതയുടെ ആഗ്രഹമല്ലേ. ശ്രീരാമൻ എന്ത് ചെയ്തു? ഈ ഡീറിനെ ചേസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ലക്ഷ്മണൻ സീതാദേവിന് കാവലിൽ നിന്ന് വീട്ടിൽ നിന്നു. കുറേ കഴിഞ്ഞിട്ടും ശ്രീരാമൻ വരുന്ന കാണായിട്ട് സീതക്ക് ടെൻഷനായി. അപ്പൊ ലക്ഷ്മണനോട് നോക്കാൻ പറഞ്ഞു. ലക്ഷ്മണൻ വീട്ടിന് ചുറ്റും ഒരു ലക്ഷ്മൺ രേഖ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ക്രോസ് ചെയ്യാൻ പാടില്ല, വേറെ ഒരു ഇൻട്രൂഡേഴ്സിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ലക്ഷ്മണൻ നോക്കാൻ പോയി. ഇതൊക്കെ കണ്ടു നിന്ന് രാവണന് മനസ്സിലായി സീതേനെ ഈ ലൈന് ക്രോസ് ചെയ്യിപ്പിക്കണം. ഒരു വയസ്സായിട്ട് വിശന്ന് ഒരു സേജിന്റെ രൂപത്തിൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഭിക്ഷ തരണം എന്ന് പറഞ്ഞു. അപ്പൊ സീത ഭക്ഷണം എടുത്ത് പുറത്തു വന്നു. പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരുമോ, എനിക്ക് പുറത്ത് വരാൻ പാടില്ല എന്ന്. അപ്പം സേജിന് ഭയങ്കര ദേഷ്യം പിടിച്ച പോലെ അഭിനയിച്ചു. അപ്പൊ സീത വിചാരിച്ചു വെറുതെ ഒരു സേജിനെ ഇൻസൾട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ലക്ഷ്മൺ രേഖ ക്രോസ് ചെയ്തു. തീർന്നില്ലേ? അപ്പാട് ഈ സേജ്, അതായത് രാവണൻ ശരിയായ രൂപത്തിൽ വന്നിട്ട് എന്താ പറയാ, സീതേനെ പിടിച്ചിട്ട് എന്താ പറയാ, അവർ വാഹനത്തിലിട്ട് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി.